ഹായ് നമസ്കാരം. ക്യൂൻ വാസ്തവ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് രേണുസുതി വിഷയമാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണുസുതിയുടെ പുറകെ കുറേ യൂട്യൂബേഴ്സ് പോയി നടന്ന് രേണുസുതി എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, അതൊക്കെ ചിലപ്പോൾ അവരുടെ PR വർക്ക്സിന്റെ ഭാഗമായിരിക്കാം. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ ഇടയ്ക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID-യിലെ ഡീറ്റെയിൽസ് മാറ്റി രേഷ്മ തങ്കച്ചനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോസ്റ്ററൊക്കെ ഇട്ടിട്ട് ഇപ്പം അതൊരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു കണ്ടന്റ് എത്തിച്ചു. എനിക്ക് അതിനെ സംബന്ധിച്ച് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണുസുതിയുടെ ആ ഒരു പേരിൽ മാത്രമാണ് രേഷ്മ തങ്കച്ചൻ, പക്ഷെ രേണുസുതി എന്ന് തന്നെയാണ് മെയിൻ പേര്, ഇൻസ്റ്റാഗ്രാം ID. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിലേക്ക് നടത്തിയിട്ടാണ് ഈ ഇങ്ങനെ റീച്ച് ആവാൻ ശ്രമിക്കുന്നത് ഗായ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ അത് കാണുമ്പോൾ രേണുസുതി പണ്ട് പറഞ്ഞിരുന്നല്ലോ, സുധി എന്നുള്ള പേര് മാറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വളരെ ക്യൂരിയോസിറ്റിയോടെ അതിലേക്ക് നുഴഞ്ഞു കയറി നോക്കാൻ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും രേണുസുതി പേര് മാറ്റിട്ടില്ല. രേണുസുതി എന്ന് പേര് മാറ്റിയിട്ട് രേഷ്മ തങ്കച്ചൻ ആക്കില്ല. അത് നേരത്തെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ രേണുസുതി എന്ന് കൊടുത്തിട്ട് അതിന്റെ താഴേക്ക് രേഷ്മ തങ്കച്ചൻ എന്ന് ആക്കിയിട്ടിരിക്കുകയാണ്. അത് അവരുടെ ഒറിജിനൽ നെയിമാണ് രേഷ്മ തങ്കച്ചൻ. മറ്റേത് രേണുസുതി എന്നുള്ളത് അവരുടെ പെൻ നെയിമാണ്, സ്ക്രീൻ നെയിമാണ്. അതിൽ മാത്രം അവർ ഇൻസ്റ്റാ ID ചെയ്തിട്ട് അതിന്റെ താഴേക്ക് വന്നിട്ടാണ് ഈ രേഷ്മ തങ്കച്ചൻ ഇട്ടിരിക്കുന്നത്. അതല്ലാതെ രേണുസുതി എന്നുള്ള പേര് മാറ്റി രേഷ്മ തങ്കച്ചൻ ആക്കി എന്നൊന്നും അല്ല. അതൊക്കെ ഓരോരോ കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ട് സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരുടെ തന്നെ PROs, അവരുടെ തന്നെ ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ അവര് സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് മദ്യത്തിനെ, അതായത് ബ്ലാക്ക് മാജിക് എന്തോ ഒരു, എനിക്കറിയില്ല അതിന്റെ പേര്, ഏതോ ഒരു വൈൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞിരുന്നു, വോഡ്ക, ഏതോ ഒരു വോഡ്കയുടെ പേരൊക്കെ അവര് മെൻഷൻ ചെയ്തിട്ട് മദ്യം കുടിക്കുന്നതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വിധവ ഇത്തരത്തിലാണോ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത്? ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെയാണോ? ഒരു വിധവയായ ഒരു ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട കാര്യങ്ങളാണോ? അപ്പൊ വിധവകളായ സ്ത്രീകളൊക്കെ മദ്യം, വൈൻ കുടിച്ചോളൂ, അവരിടയ്ക്ക് കുടിക്കുന്നുണ്ട്. വൈൻ്റെ കൂടെ എന്തൊക്കെയാണ് കഴിക്കുന്നത്? മീൻകറിയും കപ്പയും, ഇതൊക്കെയാണോ നമ്മൾക്ക് സത്യത്തിൽ വേണ്ടുന്നത്? നിങ്ങൾ തന്നെ പറ. ഇതൊക്കെയാണോ ഒരു വിധവ പുറത്തേക്ക് ഇറങ്ങി കൊടുക്കേണ്ട കാര്യങ്ങൾ? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് രേണുസുതി പറയുന്നു നെഗറ്റീവ് അടിക്കുന്നു, നെഗറ്റീവ് പറയുന്നു, നെഗറ്റീവ് കൊണ്ട് ഞാൻ റീച്ച് ആവുന്നു, നെഗറ്റീവുകൾ പറയുന്നു. എന്താണ് ഈ നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ് എന്ന് രേണുസുതിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രേണുസുതി തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അത് എടുത്ത് പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് രേണുസുതി കൊടുക്കുന്നത്. അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിനെ അവർ പറയുന്നു, അവർക്ക് നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത്. ഒരുപക്ഷെ ഈ നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് മാത്രമാണ് രേണുസുതി ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളത്. അല്ലാതെ രേണുസുതിയുടെ ഒരു കഴിവ് കൊണ്ടും അല്ല. രേണുസുതിക്ക് അങ്ങനെ പറയത്തക്ക കഴിവുകളൊന്നും ഉള്ള ഒരു ലേഡി അല്ല. ഞാൻ അവരുടെ 2-3 ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. അവർക്ക് നന്നായിട്ടൊന്നും അഭിനയിക്കാൻ പോലും അറിയില്ല. ബിഗ് ബോസിൽ വന്ന് കാണിച്ചു കൂട്ടിയ കോട്ടായത്തങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ പോലും ചോരും നേരെ അവർ നിന്നിട്ടില്ല. പിന്നെ ഇവർക്ക് ഇങ്ങനെ ബള 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 എന്നിങ്ങനെ സംസാരിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അതൊരു കഴിവാണ് കേട്ടോ. അത് ഒരു കഴിവാണ്. സമൂഹത്തിന് മുന്നിൽ ഒരു റോങ് മെസ്സേജ് കൊടുത്തു നിൽക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. ആ ഒരു കഴിവ് മാത്രമേ രേണുസുതിക്കുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ ഒരു കലാപരമായ കഴിവുകളുള്ള ഒരു ലേഡിയാണ് രേണുസുതി എന്ന് ഇതുവരെയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെ മൂടും താങ്ങി കുറച്ച് അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുലസ്ത്രീകൾ, കുടുംബസ്ത്രീകൾ. അവരൊക്കെ ഒന്ന് നോക്കിക്കാണോ ഇപ്പോഴും രേണുസുതിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? രേണുസുതി എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? വിധവകൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അവർ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ വിധവകളായി നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടോ? ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. രേണുസുതിയെ ഒരിക്കലും ഒരു വിധവ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ സന്തോഷങ്ങൾക്കും അവർക്കും വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ കോട്ടായങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി കാണിക്കുന്നു. അവരൊരിക്കലും ഒരു ഇൻഫ്ലുവൻസർ അല്ല. ഇൻഫ്ലുവൻസർ എന്ന് പറയാനും പറ്റത്തില്ല. നേർവഴിക്ക് പോകുന്ന ഒരു ഇൻഫ്ലുവൻസർ ഒരിക്കലും മദ്യം കഴിച്ചിട്ട് ആ കാര്യങ്ങളും ആ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം നമ്മൾ തന്നെ പറയുന്നുണ്ട് മദ്യം ഹാനികരമാണ്, സിഗരറ്റ് വലിക്കുന്നത് ഹാനികരമാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത്. അപ്പൊ ഇവർ ഈ പറയുന്നതിനകത്ത് അങ്ങനെ ഒരു സബ് ടൈറ്റിൽ പോലും കൊടുത്തിട്ടില്ല. അങ്ങ് പറയാണ്, ഞാൻ ഇന്നതാണ് കഴിക്കുന്നത്, ഞാൻ ഇന്നത് കഴിക്കുമ്പോൾ ഇന്നത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ്
അവർ പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനത്തെ മെസ്സേജുകൾ കൊടുത്തിട്ട് അങ്ങ് നിൽക്കുകയാണ് ഗൈസ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയ്ക്ക് ഏത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഞാൻ പറയുന്ന സത്യം തന്നെയല്ലേ, ഇവർ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് ടിൽ ദ ടൈം വരെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയൂ ഗൈസ്. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ മറക്കണ്ട, ക്യൂൻ വാസ്തവിയ ബ്ലോഗ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.